ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളൊക്കെ ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ശാന്തിയും എല്ലാ സമാധാനവും ഭഗവാന്റെ കൃപയും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദാ ദൈവദീനം ജഗൽ ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായ ഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹദാരാദിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിധീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ ഭഗവാനെ. എല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അഘൻ മരിക്കുന്നു. ഭഗവാൻ അവിടെ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നു. ഇവിടെ അതാണ് നമ്മൾ വായിച്ചത്. എന്താ? ഭഗവാനെ നമ്മൾ ഏത് രീതിയിലായാലും, സ്വർണം കൊണ്ടുള്ള വിഗ്രഹത്തിലായാലും കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ തടിയിൽ തീർത്തതോ അങ്ങനെയുള്ള ഏത് വിഗ്രഹത്തിലായാലും നമ്മുടെ ചിത്തത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ് പരമാത്മാവെന്ന് പറയുമ്പോൾ ആ ഭഗവാൻ നാരായണനെ നമ്മുടെ ഹൃദയത്തിലാണ് ഇരുത്തേണ്ടുന്നത്. കാണുന്ന കല്ലിനോട്ടല്ല, ആ ഭഗവാനെ നമ്മൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ആ ഭക്തിയിലാണ്, ചിത്തത്തിൽ അത്രത്തോളം ഉള്ളിലാക്കുക എന്നതാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. കൃഷ്ണനെ ജാമ്പൂനദം കൊണ്ടെന്ന് വരികിലും അശ്മങ്ങൾ കൊണ്ടാകിലും ദാരുക്കൾ കൊണ്ടാകിലും മൃത്യു കൊണ്ടൊരുവനെന്നാകിലും മണ്ണ് കൊണ്ടുവച്ചാലും പ്രതിബിംബം. ഈ പ്രതിബിംബം എവിടെ തെളിയണം? നമ്മൾ ഈ മണ്ണ് കൊണ്ട് സ്വർണം കൊണ്ടൊക്കെ വിഗ്രഹം അവിടെ വെച്ചു. പക്ഷെ ആ
രൂപം പ്രതിബിംബമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, ചിത്തത്തിൽ, അതാണ് പ്രതിബിംബം ചിത്തത്തിൽ ഉറപ്പിച്ച് കൽപ്പിച്ച് വഴി പോലെ നിർമ്മിച്ച് കനിവഴും ഭക്തി പൂണ്ടത് ബത. അപ്പോൾ അത് പ്രതിബിംബമായി നമ്മുടെ ഹൃദയത്തിൽ പതിക്കണം. അപ്പോഴത് മനസ്സിൽ അത്രത്തോളം ഇഴിഞ്ഞിറങ്ങുന്ന ഭക്തിയിൽ കനിവിഴുന്ന ഭക്തി പൂണ്ടത് ബത. തൻ മുമ്പിൽ അഴകോട് വച്ച് പൂജിച്ചാകിലും ധ്യാനിച്ച വണ്ണം പുനരാകിലും ബന്ധങ്ങൾ തീർന്ന ആനന്ദ പദപ്രാപ്തി എത്തുന്നു നിരന്തരം. അങ്ങനെ ഹൃദയത്തിൽ ആ പ്രതിബിംബത്തെ നമ്മൾ ഉള്ളിൽ വച്ച് അത്രമാത്രം ഭക്തിയോട് ഇഴിഞ്ഞിറങ്ങുന്ന ലീനമാകുന്ന ഭക്തിയിൽ മുഴുകുമ്പോൾ എന്ത് കിട്ടും? ആനന്ദ പദപ്രാപ്തി, ദൈവരാജ്യം, സ്വർഗരാജ്യം, ആനന്ദ ലഹരി. ഇതിന് ആനന്ദം അനുഭവിക്കുന്നതാണ് ഇവിടെ സ്വർഗരാജ്യം എന്നും ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അമരന്മാരായി തീരാനുള്ളതാണ് ഈ മാർഗം. അവിടെ വിഗ്രഹമെന്നോ സ്വർണം കൊണ്ട് തീർത്തതെന്നൊന്നും അല്ല. ഈശ്വരനെ ആ ബിംബത്തെ, ആ സ്വർണത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ വെച്ച വിഗ്രഹത്തെ നമ്മുടെ ഉള്ളിൽ പ്രതിബിംബമായിട്ട് ഭഗവാനെ ഉള്ളിൽ ഇരുത്തണം. അങ്ങനെ ആ ഭക്തിയിൽ മുഴുകുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും. ഈശ്വരൻ അരൂപിയാണ്, ആനന്ദമാണ്. അപ്പോൾ അതാണ് ആനന്ദ നിർവൃതി, ബ്രഹ്മാനന്ദ അനുഭൂതി നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതെ വിഗ്രഹവും വെച്ചുകൂടാന്നല്ല. നമ്മുടെ അമ്മയോ അച്ഛനോ നമുക്ക് ഓർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ വെച്ച് കാണുന്നത് പോലെയേ ഉള്ളൂ. ഈശ്വരാ എന്ന് നമ്മളൊരു ഫോട്ടോയിലോ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിലോ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബമായി നമ്മുടെ ഹൃദയത്തിൽ പതിയുമ്പോഴാണ് ഭക്തി വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. അങ്ങനെ നിരന്തരം ധ്യാനിക്കുമ്പോഴാണ് ആനന്ദ നിർവൃതി അടയുന്നത്. എന്നിട്ടോ അവൻ അകത്ത് നിന്നിടുമ്പോഴാണ് മരിച്ചവൻ. ഈ ഭഗവാൻ അഖൻ്റെ ഉള്ളിൽ നിന്നപ്പോഴാണ് ആ അഖൻ മരിക്കുന്നത്. അവൻ അകത്ത്, താൻ എന്ന് പറയുന്നത് ഈശ്വരൻ, ഭഗവാൻ കണ്ണൻ അകത്ത് നിന്നിടുമ്പോൾ ദാനവൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ആ അഖൻ മരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വന്നു? ഉള്ളിൽ കടന്ന് ഭീതിപ്പെട്ടവൻ, അത്രമാത്രം വിമ്മിഷ്ടം വന്നു, ശ്വാസം മുട്ടി, എല്ലാം കൊണ്ട് അവൻ ഭയന്നു. അപ്പോൾ ഭയന്നപ്പോഴാണ് ഉള്ളിൽ എന്താ വന്നത്? ഭഗവാനെ കൃഷ്ണ 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 എന്ന് അവൻ എത്രയൊക്കെ ആയാലും ശ്വാസം മുട്ടുന്ന വിമ്മിഷ്ടം വരുമ്പോൾ അവൻ ഏതവനായാലും അപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് ചിന്തിക്കും. ഭയന്നിട്ട് അല്ല, സ്നേഹം കൊണ്ടല്ല, ഭയന്നിട്ട് കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള ആ ഉള്ളിലിരിപ്പ് അവിടെ തുറന്നങ്ങ് വരും. അത്രമാത്രം അവൻ അനുഭവിച്ചു, അതിൽ കിടന്നു. ഭഗവാൻ അവിടെ അവൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ അവൻ തിങ്ങി ഞെരുങ്ങി ശ്വാസം മുട്ടി, അവൻ്റെ നിശ്വസിക്കുന്ന ശ്വാസം മൊത്തവും ഉഷ്ണത്തോടോടെയാണ് പോകുന്നത്. അപ്പോൾ അവൻ അകത്തു നിന്നിടുമ്പോൾ മരിച്ചവൻ ദാനവൻ സായുജ്യം പ്രാപിച്ചത് എന്ത് അത്യാശ്ചര്യം എന്നാണ് ഇവിടെ. ഇതൊക്കെ ആരാ ഇത് ചിന്തിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ ശിഷ്യന്മാരായ ശിഷ്യഗണങ്ങളും പരാശക്തിയായ മാതാവും എല്ലാവരും അവിടെ സത്യലോകത്ത് നിന്ന് ഇത് കേട്ടപ്പോൾ അവർ കാണാനായി വന്നപ്പോൾ അവർ തന്നെയാണ് പറയുന്നത്, ആ ദാനവന് ഇത്രയും സായുജ്യം കിട്ടിയല്ലോ. എങ്ങനെ കിട്ടും? അവൻ്റെ ഉള്ളിലാണ് പരമാത്മാവ് നിൽക്കുന്നത്, കൃഷ്ണൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ആ മരണസമയത്ത് അവൻ ചിന്തിച്ചത് എന്താണ്? അത്രമാത്രം അവൻ അത് കിടന്ന് വിഷമിച്ച് കൃഷ്ണ കൃഷ്ണ എന്നവനെ അവൻ്റെ ഉള്ളൊരുക്കി തന്നെ അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അവിടെ സായുജ്യം കൊടുക്കണ്ടേ? ഒരു വാക്കെങ്കിലും കൃഷ്ണ എന്നൊന്ന് വിളിക്കും ശ്വാസം മുട്ടുമ്പോൾ. എന്നെ ശല്യം ചെയ്യാതിരി കൃഷ്ണ എന്ന് പറയുമ്പോൾ അവൻ അത്രമാത്രം അവിടെ ഞെരുങ്ങി ആ ഒരു വിളി വല്ലാത്ത വിളിയാണ്, മരണസമയത്തുള്ള വിളി. അപ്പോഴതുകൊണ്ട് ഭഗവാൻ അവിടെ സായുജ്യം കൊടുത്തത് എന്ത് അത്യാശ്ചര്യം എന്ന്. സാദരമതിൽ പരമുണ്ടൊരത്ഭുതം ജഗന്നാഥനിൽ വളർന്നൊരും ഭീതി കൊണ്ടെന്നാകിലും. അപ്പോൾ അത്രമാത്രം ഭയം വളർന്നു. അപ്പോൾ ഭഗവാൻ എന്താ ചിന്തിക്കുക? ഭയം കൊണ്ടായാലും അത്രമാത്രം അങ്ങേയറ്റമായി ആ ഭയം. അതുകൊണ്ട് ഭഗവാൻ ജഗന്നാഥൻ ചിന്തിച്ചു, ഭീതി കൊണ്ടെന്നാകിലും ചേതസ തദ്ധ്യാനമുണ്ടാകിലങ്ങ്, അതുകൊണ്ടും പ്രീതനായിരുന്നു. ആരാ? ഭഗവാൻ. അവൻ്റെ ഉള്ളിൽ ചേതസ, അവൻ്റെ മനസ്സിൽ ഭീതി കൊണ്ടവൻ ധ്യാനിച്ചു. അങ്ങനെയായാലും പ്രീതനാവും ഭഗവാൻ. അതുകൊണ്ട് ഭക്തപ്രിയനാണ് പരമാത്മാവായ ശ്രീകൃഷ്ണൻ. കുട്ടിയാട്ട് ഇവിടെ മർത്യവേഷമെടുത്ത് ഭഗവാന്റെ തന്നെ വിഷ്ണുമായയാൽ ഭഗവാൻ ഇവിടെ അവതരിച്ചു. ദേവകീതനയനായി വന്നു. ബാലഭാവം പൂണ്ട് മർത്യൻ മനുഷ്യൻ ആയിട്ട് വന്നു. ബാലഭാവം 6 വയസ്സ് തൊട്ട് 10 വയസ്സിനകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞു ബാലനല്ലേ കണ്ണൻ. അതുകൊണ്ട് പ്രീതനായി അനുഗ്രഹിക്കുന്നു ഭഗവാൻ നാരായണൻ കൃഷ്ണൻ.
യാതൊരു മാർഗേണ തൽഭക്തി മുക്തിതയല്ലോ. എങ്ങനെയൊക്കെ മാർഗമായാലും എങ്ങനെയൊക്കെ ആയാലും ഭയം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും ഭക്തിയിൽ എങ്ങനെയായാലും ഭഗവാൻ ഭക്തി മുക്തിതയല്ലോ. നമുക്ക് അങ്ങനെയുള്ള ഭക്തി വന്നാൽ ഭയം കൊണ്ടായാലും അതിനെ ശത്രു കംസനെ പോലെ ശത്രുത എടുത്താലും ഭക്തി കൊണ്ടായാലും ഭഗവാൻ മുക്തി കൊടുക്കും. മുക്തിതയല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? നാമകീർത്തനം കൊണ്ടും നമ്മൾ ഈശ്വരനെ ആരാധിച്ചാലും രൂപചിന്തനം കൊണ്ടായാലും ഭഗവാനെ രൂപത്തിൽ ചിന്തിച്ചു കൊണ്ടായാലും, അതായത് വിഗ്രഹത്തിനെ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ആ രൂപത്തെ ബിംബത്തെ കണ്ടുകൊണ്ടായാലും നമ്മുടെ ഉള്ളിൽ അത് വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കീർത്തനങ്ങൾ ആലാപിച്ച് ഭക്തിയിലിരുന്നാലും ധ്യാനിച്ചാലും രൂപത്തെ ചിന്തിച്ച് പ്രാർത്ഥിച്ചാലും കാമതൻ ആഗ്രഹങ്ങൾ അഭീഷ്ടങ്ങൾ നൽകുന്നു, സകലവും ഭക്തന്മാർക്ക് കൊടുക്കുന്നു. ജാതിനാമാതിക്രമഭേദങ്ങളൊന്നും അതിനില്ല. ചേതനനല്ലോ സർവഭൂതനാം അഖിലേശൻ. ദേവതകളെ പരബ്രഹ്മചിന്മയൻ പരൻ ദേവദേവേശൻ ജഗൽസ്വാമി മാധവൻ ഇവൻ ദേവകീ തനയനായി വന്നവതരിച്ചു ഭൂദേവി തൻ. ഭഗവാനെ ഇങ്ങനെ വരാനുള്ള കാരണം ഭൂമിദേവിയുടെ പ്രാർത്ഥനയാണ്, നിലവിളിയാണ്. അപ്പോൾ ഭൂദേവി തൻ ഭാരം തീർപ്പാൻ ഗോപാല വംശത്തിങ്കിൽ കേവലം മർത്യബാലഭാവത്തെ പൂണ്ട്. അപ്പോൾ ഭഗവാൻ എന്തിനാ ഈ കുട്ടിയായി ഇവിടെ വന്ന് നമ്മളെ ആ കുട്ടി രൂപത്തിൽ തന്നെ ബാലരൂപത്തിൽ തന്നെ നമ്മളെല്ലാം ഇങ്ങനെ സ്നേഹിച്ച് ഭക്തി കൊണ്ട് നമ്മൾ അങ്ങോട്ട് എങ്ങനെ ഭക്തി എടുക്കുന്ന അതുപോലെ ഭഗവാൻ നമുക്ക് വേണ്ടി ഭാരം തീർപ്പാൻ. ഈ ഭക്തന്മാരുടെയൊക്കെ നിലവിളി, ഭൂമിദേവിയുടെ നിലവിളി, നമ്മുടെ എല്ലാം ഭാരം ഭഗവാൻ വഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യേശു കർത്താവും പറയുന്നു, എൻ്റെ നുകം ലഘുവാണ്, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളുടെ ഭാരം ചുമന്നോളാം എന്ന് പറയുന്നു. അത് ഇവിടെ ആദ്യമേ പറയുന്നത് ആദിനായകനായ ഈ ഭഗവാൻ നാരായണനാണ് പറഞ്ഞേക്കുന്ന ഭാഗവതത്തിൽ. എന്താ? ഭൂദേവി തൻ ഭാരം തീർപ്പാൻ. ഈ ഭൂദേവി ആരാ? നമ്മൾ ഓരോരുത്തരാണ്. ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ എല്ലാം വിഷമങ്ങളും വേദനകളുമാണ് അവിടോട്ട് നമ്മൾ വിളിച്ച് ഭഗവാനേ എനിക്ക് ഇന്ന വിഷമങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം തീർത്ത് തരണേന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരം തീർപ്പാനാണ് ഭഗവാൻ ഇവിടെ ബാലഭാവം പൂണ്ട് ഭഗവാന്റെ മായയാൽ ഇവിടെ അവതരിച്ചത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ ഭാരം തീർക്കുന്നു, നമ്മളെ വേദനകൾ ദുരിതങ്ങൾ എല്ലാം ഈശ്വരനോട് പറയാനും ഇങ്ങനെ പ്രവർത്തിക്കണം, ധ്യാനിക്കണം, ആരാധിക്കണം. ഭഗവാനെ അത്രത്തോളം ഭക്തിയിൽ മുഴുകുമ്പോഴാണ് അത് എവിടെയായാലും ഭക്തി വന്നെങ്കിൽ മാത്രമേ ഭഗവാൻ അത് അംഗീകരിക്കൂ. നമ്മൾ എത്ര വിഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ ഒരു കുഴപ്പമില്ല. രൂപചിന്തനം കൊണ്ടായാലും, അതായത് ഏത് വിഗ്രഹത്തെ നോക്കിയായാലും മണ്ണ് കൊണ്ടാണോ അവിടെ കല്ല് കൊണ്ടാണോ സ്വർണം കൊണ്ട് വെച്ചതാണോ ഇതൊന്നും ഭഗവാനോടെ നോട്ടമില്ല. നമ്മുടെ ഉള്ളം എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരത്തെ, നമ്മുടെ ദുഃഖത്തെ, നമ്മുടെ ദുരിതത്തെ, നമ്മുടെ അസുഖങ്ങളെ മൊത്തവും തീർക്കാനാണ് ലോകത്തിലെ ആദി പുരുഷനായ ഭഗവാൻ. അതിൻ്റെ രണ്ടാം സ്ഥാനമേ ഇവിടെ ആര് വന്നിട്ടുണ്ടെങ്കിലും ഉള്ളു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഭഗവാൻ നാരായണനല്ലാതെ ഇതിന് മറ്റൊന്നും പോകാൻ വഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ദുരിതങ്ങൾ തീർക്കാൻ ഗോപാല വംശത്തിങ്കൽ ഈ ഗോക്കളുടെ കുലമാകുന്ന അതായത് ഈ വ്രതത്തിൽ കേവലമായ മർത്യബാലഭാവത്തെ പൂണ്ട് ദേവാംശ ജാതന്മാരായിരിക്കുന്ന സേവക സഖന്മാർ, ദേവലോകത്തുനിന്ന് തന്നെ ദേവന്മാരായിട്ടുള്ളവരാണ് അംശരൂപമെടുത്ത് ഭഗവാനെ സഹായിപ്പാൻ വേണ്ടി ഇവിടെ ഗോപികളും ഗോപന്മാരും ഗോപസ്ത്രീകളുമായിട്ട് ഇവിടെ വന്നേക്കുന്നത്. അതാണ് ദേവാംശ ജാതന്മാരാ സേവക സഖന്മാർ. അവിടെയുള്ള സഖന്മാരായ കൂട്ടുകാരും ഗോപസ്ത്രീകളും അവിടെയുള്ള കുട്ടികളും മാതാക്കളും എല്ലാം ഭഗവാനെ സഹായിപ്പാൻ ഈശ്വരൻ തന്നെ ദേവലോകത്തുനിന്ന് ദേവാംശമായി അവിടെ ജനിച്ചതാണ്, അല്ലാതെ സാധാരണ നമ്മളെപ്പോലുള്ളവരല്ല. അങ്ങനെയാണ് ഭഗവാൻ അവരുമായി താനുമായി ഇടചേർന്ന് ദാനവാദികൾ അഭിമാനന വരുന്നവർ തമ്മിൽ കൊന്നു ദീനമെന്നേ വളർന്നിടുന്നു. നമുക്കുള്ള വിഷമങ്ങൾ തീർക്കാൻ ദുഷ്ടന്മാരായ കംസനെ പോലെ ഉള്ളവരെയൊക്കെ കൊന്നു തീർക്കാൻ, നശിപ്പിക്കാൻ, എന്നിട്ട് സാധുക്കൾക്ക് രക്ഷ നേടാൻ, നമ്മുടെ ഭാരം തീർപ്പാൻ ഭഗവാൻ ആരുമായി ഇടചേർന്നു? ദേവാംശജാതന്മാരായ ഗോപസ്ത്രീകളും ഗോപന്മാരെല്ലാം ദേവലോകത്തുനിന്ന് വന്നവരാണ്. ഈ കുട്ടികൾ ഭഗവാനോട് ഇടചേർന്ന് ഈശ്വരന് കൂട്ടായി നിന്നും കൊണ്ട് അവരുമായി നിന്നാണ് ഗോക്കളെ മേയ്ക്കുന്നത്. അവരെല്ലാവരും ദേവലോകത്തുനിന്ന് വന്ന അംശമായി വന്ന കുട്ടികളാണ്. അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വായിച്ചു പോകാം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് പറയേണ്ട, തീർത്ത് പറയാമെന്ന് കരുതി. അപ്പോൾ നമുക്കത് വായിക്കാം ഇനി. കാരണം അത് ക്യാമറ നോക്കി വായിക്കണമല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് മോക്ഷവും ഭോഗവും തരുമെന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അപ്പോൾ നമ്മൾ എന്താ എങ്ങനെയൊക്കെ ധ്യാനിച്ചാലും താനവനകത്ത് നിന്നിടുമ്പോൾ മരിച്ചവൻ താനവൻ ആ അസുരൻ സായുജ്യം പ്രാപിച്ചത് എന്ത് അത്യാശ്ചര്യമെന്ന് ബ്രഹ്മാവും ശിഷ്യന്മാരും അമ്മയും ദേവിയും ഒക്കെ പറയുന്നു. എന്തൊരു അത്യാശ്ചര്യമാണിത്. സാദരമതിൽ പരമുണ്ടൊരത്ഭുതം ജഗന്നാഥനിൽ വളർന്നഴും ഭീതി കൊണ്ടെന്നാകിലും ചേതസാ തദ്ധ്യാനമുണ്ടാകിലങ്ങ് അതുകൊണ്ടും പ്രീതനായി അനുഗ്രഹിച്ചിടുന്നു ഭക്തപ്രിയൻ. യാതൊരു മാർഗേണ തൽഭക്തി മുക്തിതയല്ലോ നാമകീർത്തനം കൊണ്ടും രൂപചിന്തനം കൊണ്ടും കാമതൻ അഭീഷ്ടങ്ങൾ നൽകുന്നു സകലവും. എല്ലാം ഭഗവാൻ കൊടുക്കുന്നു. ജാതി നാമാതിക്രമഭേദങ്ങൾ അതിനില്ല, ചേതനനല്ലോ സർവഭൂതനാം അഖിലേശൻ. ഭഗവാന് ജാതിയോ മതമോ ഒന്നുമില്ല. ഭഗവാൻ എല്ലാവരോടും തുല്യമായി തന്നെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് എന്താണ് ഇഷ്ടം അത് കൊടുക്കുന്നു. ജാതി നാമാതിക്രമഭേദങ്ങളൊന്നും ഭഗവാന് ആരോടുമില്ല. ചേതനനല്ലോ സർവഭൂതനാം അഖിലേശൻ. ദേവതകളെ പരബ്രഹ്മ ചിന്മയൻ പരൻ ദേവദേവേശൻ ജഗൽ സ്വാമി മാധവൻ ഇവൻ. ദേവകീ തനയനായി വന്നവതരിച്ചു ഭൂദേവി തൻ ഭാരം തീർപ്പാൻ. ഗോപാലവംശത്തിങ്കൽ കേവലം മായ മർത്യ ബാലഭാവത്തെ പൂണ്ട് ദേവാംശ ജാതന്മാരാം സേവക സഹന്മാരും താനുമായി ഇടചേർന്നു ദാനവാദികൾ അഭിമാനേന വരുന്നവർ തമ്മയും കൊന്നു ദീനമെന്നിയെ വളർന്നീഴും അഞ്ജന നിഭമേനിയോൻ തന്നെ സേവിച്ചിടുവിൻ എല്ലാവരും. അങ്ങനെയുള്ള പരമാത്മാവിനെ സേവിക്കുക. ഭഗവാന്റെ പാദസേവയിൽ നമ്മൾ അത്രമാത്രം ഉറച്ച് ധ്യാനിച്ച് ഇളകാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഭഗവാൻ നമ്മളെ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ദീനങ്ങൾ മാറ്റി നമ്മൾക്കെല്ലാം എന്താനന്ദം തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മളെ ദീനം മാറാൻ ഭഗവാനെ തന്നെ അഞ്ജന നിഭമേനിയോൻ തന്നെ സേവിച്ചിടുവിൻ. നമ്മൾ പരമാത്മാവായ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുവിൻ, സേവിച്ചിടുവിൻ. ഭോഗമോക്ഷങ്ങൾ സാധിച്ചിടുവാൻ ഇവൻ പദയോഗ സേവ ഇതിന്മീതേ മറ്റൊന്നിൽ അറിഞ്ഞാലും ഇതിൽ പരം വേറൊരു ദേവന്മാരുമില്ല. ഇത്രയും ഒക്കുന്നത് പോലെ ഒരു പ്രവാചകനുമില്ല, ഒരു ദേവന്മാരുമില്ല. ഭോഗവും മോക്ഷവും സാധിച്ചിടുവാൻ ഇവൻ ഭഗവാന്റെ പദയോഗ ഭഗവാന്റെ പാദപത്മത്തിൽ യോഗസേവ ചേർന്നൊട്ടിയിരുന്ന് പരമാത്മാവിനെ ഉള്ളിലാക്കി അത്രത്തോളം സേവ ചെയ്യുന്നവർക്ക് എന്തു കൊടുക്കും? ഭോഗവും കൊടുക്കും, മോക്ഷവും കൊടുക്കും. ഭോഗമോക്ഷങ്ങൾ സാധിച്ചിടുവാൻ ഇവൻ കൃഷ്ണൻ പദയോഗ സേവ ഇതിന്മീതെ മറ്റൊന്നില്ല അറിഞ്ഞാലും. വേറൊന്നുമില്ല. ഇത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മറ്റെവിടെയെങ്കിലും പോണോ തേടി? എവിടെ ചെന്നാലാണ് എനിക്ക് കൂടുതൽ മോശം കിട്ടുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് പിന്നെന്താ പറയുക അനുഗ്രഹം കിട്ടുന്നത് എന്നും പറഞ്ഞ് എവിടെയും പോണ്ട. ഭഗവാൻ നാരായണൻ തന്നെ മതി ധാരാളം. വേറെ അതിന്മീതെ മറ്റൊന്നില്ല അറിഞ്ഞാലെന്ന് നമ്മൾ നന്നായി ഇത് പഠിച്ചു വെച്ച് അത് പാലിക്കണം. അല്ലാതെ ദുഃഖവും ദുരിതം വരുമ്പം ഓടും, ജ്യോത്സ്യൻ്റെ അങ്ങോട്ടോടും. അവിടെ ഒരു ഗത്യന്തരമില്ല. അടുത്ത എവിടെ മതം മാറണോ, എവിടെ പോയാലും രക്ഷ പിടിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഈ ഭാഗവതം വീടുകളിലുണ്ടെങ്കിൽ പോലും അത് വായിക്കാൻ അറിയില്ല. അത് എവിടെയെങ്കിലും മൂലയിലോ മുടുക്കിലോ പൊടിയും വലയും ചിലന്തി വലയായിട്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയ്യോ ഇങ്ങനൊരു ഗ്രന്ഥം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നോ, അറിഞ്ഞില്ലല്ലോ ഭഗവാനെ. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. പുസ്തകങ്ങളില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കണം, അത് ആരാധിക്കണം ഭഗവാനെ. ഭഗവാന്റെ പദയോഗ സേവയിൽ മറ്റൊന്നുമില്ലെന്നാ. അപ്പം ഭഗവാനെ കൃഷ്ണ നാരായണ, എൻ്റെ ദുരിതങ്ങൾ മാറാൻ വേറെ എങ്ങും ചെന്നാൽ പറ്റത്തില്ല ഭഗവാനെ. അങ്ങയുടെ പാദപത്മത്തിൽ തന്നെ എനിക്ക് അഭയം. അങ്ങനെ സേവ ചെയ്യുക എല്ലാവരും. അതിനപ്പുറത്തായി ഒന്നും തന്നെ ഇല്ല. മാനസേ ചെറുതിളകിടാതെ മഹാത്മാനം ധ്യാനിച്ചിടുകിൽ സാധിച്ചിടുന്നു നിരന്തരം. നമ്മൾ നിരന്തരം ഇളകാത്ത മനസ്സോടുകൂടി ഭഗവാനെ തന്നെ ധ്യാനിക്കുക.
നൂനമെന്നരുൾ ചെയ്തു ധാതാവും മനപത്മസ്ഥാന കർണിക മധ്യേ നാഥനെ ധ്യാനിച്ചു. അപ്പോൾ ബ്രഹ്മാവും അതിത്രയും അറിഞ്ഞു. കാരണം ഈ അസുരൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സായുജ്യം കൊടുത്തു. അത്രമാത്രം ശോഭയേറിയ ജീവനോടെ നിൽക്കുന്നു ആകാശത്തിങ്ങനെ ഭഗവാൻ ഉൾപ്പെടെ. അപ്പോൾ മനസ്സിലാക്കി, അയ്യോ ഇത്രയും ദുഷ്ടനായ അഘന് പോലും അവിടെ സായുജ്യം കൊടുത്ത് പരമാത്മാവായ കൃഷ്ണൻ. അപ്പോഴെന്ത് വന്നിവിടെ? സ്ഥാനകർണികാ മധ്യേ നാഥനെ ധ്യാനിച്ചു ബ്രഹ്മാവ്. ധാതാവ് ബ്രഹ്മാവും മനപത്മം മനസ്സിൽ പത്മമാകുന്ന ആ മനസ്സിൽ സ്ഥാനകർണികാ മധ്യേ പുരികത്തിൻ്റെ മധ്യത്തിൽ ഭഗവാനെ ധ്യാനിച്ചു. പാണികൾ കൂട്ടിത്തൊഴുത് ആനന്ദം കലർന്നു ഗീർവാണന്മാരോടും കൂടി മേവിനാൻ തത്രാകാശേ. അങ്ങനെ കൈകൾ കൂപ്പിത്തൊഴുതു ഭഗവാനെ. എന്നിട്ട് ആ കുട്ടിയായിരിക്കുന്ന 6 വയസ്സ് തൊട്ടം കണ്ട് 10 വയസ്സിനകത്തുള്ള കുട്ടിയാ. ബാലഭാവത്തിൽ നിൽക്കേ, ബാലനല്ലേ, കുഞ്ഞല്ലേ. അപ്പോൾ അവിടെ ബ്രഹ്മാവും ഭഗവാനെ തന്നെ ധ്യാനിച്ച് പാണികൾ കൈകൾ കൂട്ടിത്തൊഴുതിട്ട് ഗീർവാണന്മാരോടുകൂടി, അതായത് ദേവന്മാരോടുകൂടി അവരവരുടെയൊക്കെ സ്ഥാനത്തേക്ക് പോയി. തൽക്കാലം വസുദേവനന്ദനൻ നാരായണൻ ഉൾക്കനിവി എന്നെഴും തൽസഖകുലത്തോടും ചിത്തമൊത്തോരോ വിലാസങ്ങളും അനുകരിച്ച് അത്യന്തം മഹാവിഷ്ണുമായ വിളങ്ങിനാൻ. മുഷ്കരാഹീന്ദ്രനായ ദാനവൻ തന്നെ കൃഷ്ണൻ നിഗ്രഹിച്ച അവസ്ഥകൾ ആ കുമാരന്മാർ പുരമ്പുക്കു നിന്നറിയിച്ച വൃത്താന്ത വിചിത്രങ്ങൾ ഒക്കവേ കേട്ടു പൗരന്മാരെല്ലാം പുറപ്പെട്ടു. തൽക്ഷണം ചെന്ന് നോക്കുന്നേരം ഓരാണ്ടു പോരും അക്ഷികർണേന്ദ്രൻ ചത്തുകിടന്നാനെന്നുള്ളൊരു നിശ്ചയം. തച്ചോഷണാദ്യാകാര ഭേദങ്ങൾ കണ്ടുൾച്ചേർന്നിതെല്ലാവർക്കും പൃഥ്വീശ തിലകമേ. എങ്ങനെ അഘനിങ്ങനെ മരിച്ചെന്നുള്ളത് വാർത്തകളെല്ലാം കുട്ടികൾ ചെന്ന് എല്ലായിടവും പറഞ്ഞു. അവിടെ പൗരന്മാരെല്ലാം അത് കാണാൻ വന്നു. അതൊക്കെ കണ്ട് അവർ നോക്കുമ്പം ചത്ത് കിടന്ന അഘനെ കണ്ട് ഒരു വർഷം ആയതുപോലെ തോന്നുകയാണ്. അത്ര യുദ്ധമല്ലേ നടന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് പിടിച്ചും പരിച്ചൊക്കെ. അപ്പോൾ ചത്ത് കിടക്കുന്ന അവനെ കണ്ടപ്പോൾ തച്ചോ ഉഷ്ണാദ്യാകാരം, കാരണം അവിടെ തീയിലൊക്കെ ആണല്ലോ, വെന്ത് മരിച്ച പോലൊക്കെ അല്ലയോ, ഉഷ്ണ നിശ്വാസത്തിലല്ലേ ചൂട് കൂടിയ അത് നിശ്വസിക്കുമ്പോൾ അത്രമാത്രം ഉഷ്ണ നിശ്വാസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അപ്പോൾ അങ്ങനെ വെന്ത് നീറിയൊക്കെ തന്നെയാണല്ലോ അവൻ്റെ മരണം. അതുകൊണ്ട് അവർക്ക് അപ്പോഴും മരിച്ച പോലെ തോന്നത്തില്ല, കാരണം ദേഹമൊക്കെ അങ്ങ് വല്ലാതെയാകും. അക്ഷികർണേന്ദ്രൻ ചത്ത് കിടന്നാനെന്നുള്ളൊരു നിശ്ചയം തച്ചോഷണാദ്യ ആകാര ഭേദങ്ങൾ കണ്ട് ഉൾച്ചേർന്നത് എല്ലാവർക്കും പൃഥ്വീശ തിലകമീ. തൽപ്രബന്ധത്തിന് അവകാശമായത് കൗമാര പ്രയോഗത്തെ സഹിമാരെല്ലാം ഒരുമിച്ചു വസ്ത്യം ഉൾപ്പുക്കങ് അറിയിച്ചതു പൗഗണ്ഡത്തിൽ അത്രേ എന്നതു കേട്ടു പൃഥ്വീശൻ വിഷ്ണുരാധൻ ഭക്തവത്സലൻ ചരിത്രങ്ങൾ ഓർത്ത് അതിശയ ഭക്തി പൂണ്ട് അത്യുത്തമ ചിത്ത കൗതുകത്തോടെ വന്ദിച്ചു തൊഴുതു ചൊല്ലിയിടിനാനഥ വ്യാസനന്ദനായ മഹാമുനി തന്നോടപ്പോൾ. മഹാമുനിയോട് അത്ര ഇതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ, ഇതെല്ലാം ആർക്ക് പറയുന്ന ഉപദേശമായ കാര്യങ്ങളെല്ലാം പരീക്ഷത്തിന് ശുഗമുനി കൊടുക്കുന്നതാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭക്തി പൂണ്ട് ഭക്തവത്സലൻ്റെ ചരിത്രങ്ങളെല്ലാം ഇങ്ങനെ കേട്ട് കൃഷ്ണൻ 6 വയസ്സ് തൊട്ട് 10 വയസ്സ് ചെയ്ത മർത്യ ബാലഭാവത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ എന്താ പറയുക, ശ്രീ ശുഗമഹാമുനി പരീക്ഷത്തിന് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഭക്തവത്സലനായിരുന്ന ഭഗവാന്റെ ചരിത്രങ്ങൾ ഓർത്തപ്പോൾ അതിശയഭക്തി പൂണ്ട് ഈ പരീക്ഷത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിത്തം മനസ്സെല്ലാം കൗതുകം കൊണ്ട് വന്ദിച്ചു തൊഴുത് ചൊല്ലിടുന്നു മുനിയോട് പറയുന്നു. വ്യാസനന്ദനായ മഹാമാമുനി തന്നോടപ്പോൾ പറയുന്നു, നിന്തിരുവടിയുടെ വദന പങ്കേരുഹാതന്തരാം ഒഴിഞ്ഞരുളിയിടിന ഹരികഥാ സന്തതം പാനം ചെയ്തിരുന്ന് എനിക്കൊരു സംതൃപ്തി വരുന്നതില്ലേതുമേ നിരന്തരം. ഇത്രയൊക്കെ കേട്ടിട്ടോ അദ്ദേഹത്തിന് മതി വരുന്നില്ല. ഭഗവത് ചരിത്രങ്ങൾ ഇനിയും അത്രമാത്രം ആനന്ദത്തിൽ ചിത്ത കൗതുകം ഉണ്ടായി. ഭഗവാന്റെ ആ കുട്ടികാലത്തെ ഇത്രയെല്ലാം കഥകൾ കേട്ടപ്പോൾ അത്ഭുതമല്ലേ ഇതൊക്കെ? ആരാലും സാധ്യമാകുന്നതാണോ? ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ പോലും ഭഗവാൻ സായുജ്യം കൊടുക്കുന്നു, മോക്ഷം കൊടുക്കുന്നു, ഭോഗങ്ങൾ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്ന കണ്ണൻ കുഞ്ഞ്. അത് കഥ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് കൗതുകം കൂടി വന്നിട്ട് എന്ത് പറയുന്നു? ഹരികഥ, ഭഗവാൻ കൃഷ്ണൻ്റെ കഥ സന്തതം എപ്പോഴും പാനം ചെയ്തിരുന്ന് എപ്പോഴും എനിക്ക് ഇത് കേട്ട് എനിക്കൊരു സംതൃപ്തി വരുന്നതില്ലേതുമേ. നിരന്തരം ഇനി ഇത് കേൾക്കണം, എനിക്കൊരു തൃപ്തി വരുന്നില്ല, ഇനിയും ഭഗവാന്റെ കഥകൾ കേൾക്കണം.
ബന്ധുവത്സല തവ വചനാമൃതം കൊണ്ട് ബന്ധമോഷത്തിനുടെ ചരിതാമൃതരസം സമ്പ്രതി കേൾപ്പാൻ പാത്രമായതും. എനിക്ക് ഇത്രയെല്ലാം കേൾക്കാൻ എനിക്ക് യോഗ്യത എനിക്ക് ഒരു യോഗമുണ്ടായല്ലോ. യോഗ്യത എന്നല്ല, യോഗം. ഇത്രയെങ്കിലും എനിക്ക് ആനന്ദ നിവൃത്തി അടയാള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. അത് പാത്രം മോക്ഷത്തിലൂടെ നമുക്ക് മോക്ഷം തരുന്ന ഭഗവാന്റെ അമൃതം, വചനമാകുന്ന അമൃതം കൊണ്ട് മോക്ഷത്തിനായിരുന്ന ഭഗവാന്റെ ചരിത അമൃതരസം അത് സമ്പ്രതി കേൾപ്പാൻ, എനിക്കത് കേൾപ്പാൻ പാത്രമായതും ഭവത് അനുകമ്പയാൽ അത്രേ. അത് പരീക്ഷിത് മഹാരാജ പറഞ്ഞു, അത് ശ്രീശുക മഹാമുനിയുടെ അനുകമ്പ കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്കും അനുകമ്പ വേണം മക്കളെ. മറ്റുള്ളവർക്കിത് കൊടുക്കണം. മറ്റുള്ളവർക്കിത് കൊടുക്കുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടം വരുന്നത്. സുവിശേഷം പറയുന്നതാണ് ഭഗവാൻ ഇഷ്ടം. സുവിശേഷം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഹരികഥ, ഭഗവാന്റെ കഥകൾ മറ്റുള്ള നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കായാലും അടിച്ചേൽപ്പിക്കണം. അതല്ലേ കർത്താവായ യേശുദാൻ പറയും, ഇത്രയും എല്ലാവരും സന്തോഷം. എന്താ? എന്നെ അനുഗമിപ്പിൻ എന്നാ പറയുന്നത്. എന്നെ അനുഗമിക്കുക, ഇങ്ങോട്ട് വന്ന് വിളിക്കുക, നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. ഇതുപോലെ അപ്പോൾ സമ്പ്രതി കേൾപ്പൻ പാത്രമായതും ഭവത് അനുകമ്പയാൽ അത്രേ. ആ പരീക്ഷിത് മഹാരാജാവിന് ഇത്രയും കൊടുക്കണമെങ്കിൽ അനുകമ്പ ഉണ്ടായി. മഹാമുനിക്ക്, ശ്രീശുക മഹാമുനിക്ക് അനുകമ്പ ഉണ്ടായിട്ടാണ്. പുനരില്ല സംശയം ഇത്, അല്ലെങ്കിൽ എനിക്കിത് കിട്ടുകയില്ല. നമ്മൾ അറിയാതെ ഇരുന്ന് പോകും. നമുക്ക് ആരെങ്കിലും തരാനുണ്ടോ? നമുക്ക് അറിയത്തുമില്ല ഇത് എന്താണെന്ന്. അപ്പോൾ ആ ശ്രീശുക മഹാമുനിക്ക് അനുകമ്പ തോന്നി പരീക്ഷത്തിനോട്. ക്ഷത്രിയ കുലത്തിൽ വച്ചത്രയും നികൃഷ്ടനായി വർത്തിക്കും മഹാബഹു ദുഷ്കൃത പടലങ്ങൾ ഭസ്മമായി കളവതിനുൾക്കാമ്പിൽ വളർന്നിടും സുസ്നേഹവശാൽ സ്വതാ നിരതമരുൾ ചെയ്ത സൽക്കഥാമൃതം വേദാന്താർത്ഥ സംഗ്രഹം ആഭിമുഖ്യമായിരിക്കുന്ന ഭഗവത് ചരിത്രങ്ങൾ സൽകൃതി പ്രവരരാം സത്തുക്കൾക്കിനി മേലിൽ അക്കലിയുഗത്തിങ്കൽ അറിവാൻ അവകാശം സിദ്ധമാകുകയും ചെയ്തു. ചിന്തിച്ചാൽ അത് നമുക്ക് എത്രയും അനുഗ്രഹമെന്ന് നിശ്ചയമെന്നാൽ വിസ്തരിച്ചെനിക്കുള്ള സംശയഭ്രമം തീർന്ന് ചിത്തവിശ്വാസം വരുമാർ അരുൾ ചെയ്തിടണം. എൻ്റെ സംശയഭ്രമങ്ങളെല്ലാം തീർന്ന് എന്നെ അനുഗ്രഹിക്കണമേ. മർത്യന്മാർക്കെല്ലാം ജന്യനാഥ വാസരം തൊട്ട്, ജനിച്ച നാൾ തൊട്ട്, ജന്യനാഥ വാസരം തൊട്ട്, ദിവസം തൊട്ട്, നമ്മൾ എന്നാണ് ജനിക്കുന്നത് അവിടം തൊട്ട് വത്സരം 5 അപ്പോൾ നമുക്ക് 5 വയസ്സിൽ ജനിച്ച സമയം. പിന്നെയോ കൗമാരം അതിന് മീതെ 10 അബ്ദമാവോളം, കൗമാരത്തിന് മുമ്പ് പിന്നെ 10 വയസ്സ് വരെ. പൗഗണ്ഡ 5 ധാപരെ, അപ്പം 5 5 10. ആ സമയത്താണ് ഇവിടെ കൃഷ്ണൻ ചെയ്ത ഈ പരിപാടികളെല്ലാം. 6 തൊട്ട് 10 വയസ്സിനകത്താണ് കൃഷ്ണൻ ഈ ദാനവൻ്റെ ഈ കംസന്മാരായ ദുഷ്ടന്മാരെ എല്ലാം കംസനെ കൊന്നില്ല, അതിനി വരത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ 10 വയസ്സിനകത്താണ് പൗഗണ്ഡ 5 ധാപരെ. തത്തരം കിശോരമങ്ങേത് യൗവനം നൂനം വാർദ്ധക്യം 64 പുനരൂർദ്ധമങ്ങ് 76 നിന്നെന്നും ചിലർ. അങ്ങനെ നമ്മുടെ പ്രായത്തെ പറ്റിയാണ്. 10 വയസ്സ് വരെ പൗഗണ്ഡ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൗമാരം തുടങ്ങി, ഇങ്ങനെ ഓരോ കാര്യം. പിന്നെ യൗവനം വാർദ്ധക്യം അതിൻ്റെ അളവാണ്. അങ്ങനെ ചൊല്ലുന്നു വയോനുമാനങ്ങളെന്നല്ലോ മുന്നം ചൊല്ലഴും ഭവാൻ അരുൾ ചെയ്തു കേട്ടിരിക്കുന്നു. തുല്യചേതസാ പുനരെന്നു കേട്ടിരിക്കുമ്പോൾ വല്ലവന്മാർക്ക് ദിനവത്സര ഭ്രമം തോന്നിക്കൊള്ളുവാൻ അവകാശം എന്തെന്ന് അറിയാഞ്ഞുള്ളിലുണ്ട് എനിക്കുണ്ടാകുന്നു സന്ദേഹം. ചെമ്മേ ചൊല്ലേണമത് തിരിച്ചെന്നോടെന്നവൻ ഈശൻ ചൊല്ലിനോരളവ് അഖിലേശ്വര ചരിതങ്ങൾ ചിന്തയിൽ ലയിച്ച് അമൃതാർഗചേതസാ തളർന്ന അന്തർമാനസേ മുഹുരന്ധകാരവും തീർന്ന് പുഞ്ചിരി കലർന്നിടും ഗൽഗദാക്ഷര വാച ചഞ്ചല സ്വരേണ ചൊല്ലിയിടിനാൻ മുനീശ്വരൻ. നമുക്കും പുഞ്ചിരിയും ഭഗവാൻ ഇത്രയെല്ലാം അനുഗ്രഹങ്ങളും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷവും ഗൽഗതവും അത് കണ്ണുനീരും അത്രമാത്രം ആനന്ദലഹരിയിലും പുഞ്ചിരിയെല്ലാം നമുക്കും ഉണ്ടാവണം. എങ്ങനെയാ? അന്ധകാരം തീരും. ഭഗവാന്റെ കഥകൾ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ, കഥ കേട്ട് വരുമ്പോൾ, നമ്മൾ ആനന്ദത്തിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകാരം ഇരുട്ടിനെ മാറും. അതാണ് ഒരു ഗുരു ചെയ്യുന്നത്. നമുക്കിവിടെ വന്ന പ്രവാചകന്മാരെല്ലാവരെയും ആരും നിന്ദിച്ചുകൂടാ. സർവ്വപേരും നന്മകൾ കാണണം. നമ്മുടെ എല്ലാം ഉള്ളിലെ അന്ധകാരത്തെ മാറ്റണമെങ്കിൽ അറിവ് പകർന്നു തരണം. ഈ അറിവ് പകർന്നു തരുന്നവർ ഭഗവാൻ തന്നെ വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നത്. കാരണം ഒരാൾക്കെങ്കിലും മക്കളെ നമ്മളെ കൊണ്ടൊക്കെ നമ്മളും ചെയ്യണം.
ഇവിടെ ഗുരു തന്നെ ആവണമെന്നില്ല. നമ്മളാൽ ഒക്കുന്നത് പോലെ ഭഗവാന്റെ കഥകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മക്കൾ പിന്നെ പോകെ 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 എല്ലാവരും ഇത് അറിയുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമോ? നമുക്ക് എല്ലാവർക്കും ആനന്ദം അനുഭവിച്ചൂടെ? സ്വർഗരാജ്യം നമ്മുടെ ഭൂമിയിൽ തന്നെ വരത്തില്ലേ? എല്ലാ കുടുംബത്തും ആനന്ദം കൊണ്ട് നിറച്ചാൽ പിന്നെ നമുക്ക് ദുഃഖ ദുരിതങ്ങളും എല്ലാം ഉണ്ടാവൂ. ഇതെല്ലാം ഭാരം ഭഗവാൻ തീർക്കാനല്ലേ ഭൂമിയിൽ അവതരിച്ചത്. അപ്പോൾ നമ്മുടെ ഭാരത്തെ മൊത്തവും ഭഗവാനിൽ അർപ്പിക്കുക. അങ്ങനെ അർപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായി ഈശ്വരനെ അറിയുമ്പോൾ നമ്മുടെ ഹൃദയം വെടുപ്പാവും, അന്ധകാരം മാറും. പിന്നെ നമുക്ക് ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഈശ്വരൻ്റെ അനുഭൂതി നമ്മൾ അനുഭവിക്കും. ആനന്ദലഹരി, അതാണ് ബ്രഹ്മാനന്ദാനുഭൂതി. അതിനാണ് ഭഗവാൻ നാരായണൻ നമ്മുടെ കൃഷ്ണനായി ഇവിടെ മർത്യവേഷം മനുഷ്യവേഷത്തിൽ വന്ന് നമുക്കെല്ലാം ഇത് വേദമോദി നമുക്ക് തരുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും മതം മാറി പോകണോ? എല്ലാം നമ്മൾ തന്നെ ഇല്ലേ? നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് ഭാഗവതം വാങ്ങിച്ച് ഇതൊക്കെ വായിച്ച് പഠിക്കുക. അറിവില്ലാത്തത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.